വെടിനിർത്തലിന് ശേഷം വീണ്ടും ഗാസ കലങ്ങുകയാണ്. ഒരു വെടിനിർത്തലൊക്കെ ഇരു രാജ്യങ്ങളും മധ്യസ്ഥത വഹിച്ചുകൊണ്ട് വന്നപ്പോൾ അല്പമെങ്കിലും പശ്ചിമേഷ്യയിൽ സമാധാനം വീണ്ടും കാണാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും കാര്യങ്ങൾ അവിടെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് തന്നെയാണ് അവിടെ കാര്യങ്ങൾ നീങ്ങുന്നത് എന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകളിൽ നിന്ന് എത്താൻ സാധിക്കുന്ന ഒരു നിഗമനം എന്ന് പറയുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഇസ്രായേൽ ഗാസയിൽ നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി തങ്ങളുടെ കൈവശമുള്ള മുഴുവൻ ബന്ദികളെയും കൊല്ലുമെന്ന് ഭീഷണി മുഴക്കിയിരിക്കുകയാണ് ഹമാസ് ഭീകരർ. അന്ന് ബന്ദികളെ തട്ടിക്കൊണ്ടുപോയി അവരെ തടവിലാക്കിയ ശേഷം തന്നെ പലപ്പോഴും ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഭയപ്പെട്ടിരുന്നു. കാരണം ബന്ദികളുടെ ജീവൻ ഹമാസ് അവരെ ഇല്ലാതാക്കുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിലൊരു വലിയ കടുങ്കൈക്ക് ഹമാസ് അന്ന് മുതിർന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ നേരിട്ട് തന്നെ അത്തരത്തിലൊരു വെല്ലുവിളി നടത്തിയിരിക്കുകയാണ്. ജനുവരി 19 ആരംഭിച്ച 42 ദിവസത്തെ വെടിനിർത്തൽ അവസാനിച്ചതിന് പിന്നാലെ തിങ്കളാഴ്ച രാത്രിയും ചൊവ്വാഴ്ചയുമായി ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഏകദേശം 413 പേർ മരിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. 600ഓളം പേർക്ക് പരിക്ക് പറ്റിയിരിക്കുകയാണ്. അതിൽ മരിച്ചവരിലേറെയും കുട്ടികളാണെന്നാണ് പലസ്തീൻ ആരോഗ്യ വിഭാഗം അറിയിച്ചിരിക്കുന്നത്. ഗാസയുടെ വടക്കും തെക്കുമുള്ള വീടുകളും കൂടാരങ്ങളും ഉൾപ്പെടെയുള്ളവയെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലിന്റെ ഒരു എയർ സ്ട്രൈക്ക് അവിടെ നടന്നത്. അതിർത്തിയിൽ തമ്പടിച്ച ടാങ്കുകളിൽ നിന്ന് ഷെല്ലാക്രമണവും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ ആക്രമണങ്ങൾ തുടക്കം മാത്രമാണെന്നും എല്ലാ വെടിനിർത്തൽ ചർച്ചകളും ഇതിനിടയിൽ നടക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. ഹമാസിനെ നശിപ്പിക്കുക, തീവ്രവാദികൾ തടവിലാക്കിയ എല്ലാ ബന്ദികളെ മോചിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നത് വരെ ഇസ്രായേൽ ആക്രമണവുമായി മുന്നോട്ട് പോകുമെന്നും ഇസ്രായേൽ ദേശീയ ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്ത പ്രസ്താവനയിൽ നെതന്യാഹു പറഞ്ഞിരിക്കുകയാണ്. ബന്ദികളെ മോചിപ്പിക്കുന്നതിന് സൈനിക സമ്മർദ്ദം അനിവാര്യമാണെന്ന് മുൻകാല സംഭവങ്ങൾ തെളിയിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. അതിർത്തിയിൽ തമ്പടിച്ച ടാങ്കുകളിൽ നിന്ന് ഷെല്ലാക്രമണവും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ ആക്രമണങ്ങൾ തുടക്കം മാത്രമാണെന്നും എല്ലാ വെടിനിർത്തൽ ചർച്ചകളും ഇതിനിടയിൽ നടക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. ഹമാസിനെ നശിപ്പിക്കുക, തീവ്രവാദികൾ തടവിലാക്കിയ എല്ലാ ബന്ദികളെ മോചിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നത് വരെ ഇസ്രായേൽ ആക്രമണവുമായി മുന്നോട്ട് പോകുമെന്നും ഇസ്രായേൽ ദേശീയ ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്ത പ്രസ്താവനയിൽ നെതന്യാഹു പറഞ്ഞു. ബന്ദികളെ മോചിപ്പിക്കുന്നതിന് സൈനിക സമ്മർദ്ദം അനിവാര്യമാണെന്ന് മുൻകാല സംഭവങ്ങൾ തെളിയിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനുവരി 19 വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ഏറ്റവും ശക്തമായ ആക്രമണമാണ് ചൊവ്വാഴ്ച പുലർച്ചെ ഉണ്ടായത്. 3 ഘട്ടമായി നടപ്പാക്കാൻ ധാരണയായ വെടിനിർത്തലിന്റെ ലംഘനമാണ് ആക്രമണമെന്ന് ഹമാസ് ആരോപിച്ചു. ഗാസയിൽ ശാശ്വത സമാധാനം കൊണ്ടുവരാനുള്ള മധ്യസ്ഥരുടെ ശ്രമങ്ങളെ തകിടം മറിക്കുകയാണെന്ന് ഇസ്രായേൽ എന്നും അവർ ആരോപിച്ചു. അമേരിക്കയുമായി പൂർണ്ണമായി സഹകരിച്ചാണ് ആക്രമണമെന്നും ഇസ്രായേൽ സർക്കാരിന്റെ വക്താവ് ഡേവിഡ് മെൻസർ പറഞ്ഞു. ഇസ്രായേലിന് നൽകുന്ന പിന്തുണയ്ക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നന്ദി പറയുന്നതായും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസ് സർക്കാരിലെ പ്രധാനമന്ത്രിയായ ഇസാം അൽ ദാലിസും കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ട്. ഇസ്രായേൽ ബോംബാക്രമണത്തിൽ പരിക്കേറ്റവരെ ചികിത്സിക്കാൻ മതിയായ യാതൊരു സംവിധാനവും ഇല്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. പരിക്കേറ്റവരിൽ ഭൂരിഭാഗവും കുട്ടികളാണെന്ന് പറഞ്ഞ ഡോക്ടർമാർ അവരിൽ പലരുടെയും നില അതീവ ഗുരുതരമാണെന്നും വെളിപ്പെടുത്തി. അതേസമയം ഇസ്രായേലിന്റെ കരസേനയും ഗാസയിലെ സൈനിക നടപടികൾക്കായി എത്തുമെന്നാണ് സൂചന. സൈന്യത്തിന്റെ എല്ലാ വിഭാഗങ്ങളോടും പൂർണ്ണ സജ്ജരായിരിക്കാൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവശ്യപ്പെട്ടു. 2023 ഒക്ടോബർ 7 ഹമാസ് തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കിയവരിൽ ഇനി 59 പേർ മാത്രമാണ് ജീവിച്ചിരിപ്പുള്ളതെന്നാണ് പറയപ്പെടുന്നത്. അതേസമയം ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിക്കുകയാണെന്നും ഇക്കാര്യത്തിൽ മധ്യസ്ഥ വഹിച്ച രാജ്യങ്ങൾ ഇടപെടണമെന്നും ആവശ്യപ്പെട്ടു. ഇസ്രായേലിലെ കൂട്ടക്കുരുതിക്ക് പച്ചക്കൊടി കാട്ടിയത് അമേരിക്കയാണെന്നും ഇത്രയും പേർ കൊല്ലപ്പെട്ടതിന് അമേരിക്കയും ഉത്തരവാദിയാണെന്നും ഹമാസ് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും ഇത്തരത്തിലുള്ള ആക്രമണം തുടർന്നാൽ ഒറ്റ ബന്ദികളെയും ജീവനോടെ വെച്ചേക്കില്ലെന്നും അവർ മുന്നറിയിപ്പ് നൽകി. ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ ഹമാസ് ഇതുവരെ സങ്കല്പിക്കാത്ത തരത്തിലുള്ള തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും നെതന്യാഹു താക്കീത് നൽകിയിരുന്നു. മുഴുവൻ ബന്ദികളെയും വിട്ടയച്ചില്ലെങ്കിൽ ഹമാസിനെ നരകം കാണിക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നത്. ഗാസയിലേക്ക് ആക്രമണം ആരംഭിക്കുന്നതിന് മുൻപ് ഇസ്രായേൽ അമേരിക്കയെ ഇക്കാര്യം ധരിപ്പിച്ചിരുന്നു. മധ്യസ്ഥന്മാരും പശ്ചിമേഷ്യയുടെ ചുമതലയുള്ള വൈറ്റ് ഹൌസ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഹമാസ് തള്ളിക്കളഞ്ഞതായിട്ടാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്.
ബന്ദികൾ മടങ്ങിയെത്തുന്നതുവരെ ഗാസയിൽ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും വ്യക്തമാക്കി. ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഗാസയിലെ പ്രമുഖരായ പല ഹമാസ് നേതാക്കളും കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട്. അതേസമയം ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായി ബന്ദികളുടെ കുടുംബാംഗങ്ങൾ രംഗത്തെത്തി. നെതന്യാഹുവിന്റെ വസതിയിലേക്ക് മാർച്ച് നടത്തുമെന്ന് അവർ പ്രഖ്യാപിച്ചു. 2023 ഒക്ടോബർ 7 ശേഷം ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 48,000-ഓളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. വെടിനിർത്തലെ തുടർന്ന് ഗാസയുടെ വിവിധ മേഖലകളിലേക്ക് മടങ്ങിയെത്തിയ പലരും കഴിഞ്ഞ ദിവസം ഉണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട്. അതേസമയം 2023 ഒക്ടോബർ 7 ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണം അന്വേഷിക്കാൻ പുതിയ ടാസ്ക് ഫോഴ്സ് പ്രഖ്യാപിച്ച് US നീതിന്യായ വകുപ്പും രംഗത്തെത്തി. JTF 10-7 എന്ന പേരിൽ രൂപം നൽകിയ സമിതി ഇസ്രായേൽ ആക്രമണത്തിൽ നേരിട്ടും അല്ലാതെയും പങ്കാളികളായ ഹമാസ് പോരാളികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. ബൈഡൻ അധികാരത്തിലിരിക്കെ നീതിന്യായ വിഭാഗം ഹമാസ് നേതാവ് യഹ്യ സിൻവാറിന് മറ്റു മുതിർന്ന നേതാക്കൾക്കുമെതിരെ കുറ്റം ചുമത്തിയിരുന്നു. എല്ലാ ബന്ദികളെയും വിട്ടയക്കണമെന്ന് ഹമാസിന് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് പുതിയ നീക്കം. ക്യാമ്പസുകളിലെ പലസ്തീൻ അനുകൂല പ്രകടനങ്ങളിൽ പങ്കെടുത്ത വിദേശ വിദ്യാർത്ഥികൾക്കെതിരെ ദിവസങ്ങൾക്ക് മുമ്പ് നടപടിയുമായി സർക്കാർ രംഗത്തെത്തിയിരുന്നു. കൊളംബിയ വിദ്യാർത്ഥി മഹ്മൂദ് ഖലീലിനെ അറസ്റ്റ് ചെയ്തതടക്കം നടപടികൾ രാജ്യത്തെ വിദേശ വിദ്യാർത്ഥികളിൽ ആശങ്ക പടർത്തിയിരുന്നു. 15 മാസത്തിലേറെയായി നടന്ന യുദ്ധത്തിന്റെ ആശുപത്രി സംവിധാനങ്ങൾ ഭൂരിഭാഗം തകർന്നതിനാൽ പരിക്കേറ്റവരെ ചികിത്സിക്കാൻ പ്രയാസം നേരിടുന്നുണ്ടെന്ന് ജീവകാരുണ്യ സംഘടനയായ റെഡ് ക്രോസും പറഞ്ഞു. ഹമാസിന്റെ പക്കൽ ജീവനോടെ ശേഷിക്കുന്ന ഇസ്രായേലി ബന്ദികളെ അപകടത്തിലാക്കുന്ന നടപടിയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റേതെന്നാണ് അവരുടെ കുടുംബങ്ങൾ കുറ്റപ്പെടുത്തുന്നത്. ആക്രമണം നിർത്താനും അഭ്യർത്ഥിച്ചു. യുഎസിന്റെ നേതൃത്വത്തിൽ ഈജിപ്തും ഖത്തറും ഇസ്രായേലും ഹമാസുമായി മാസങ്ങളോളം ചർച്ച നടത്തിയാണ് വെടിനിർത്തൽ ധാരണയായത്. 3 ഘട്ടമായി നടപ്പാക്കാൻ തീരുമാനിച്ച വെടിനിർത്തലിന്റെ ആദ്യഘട്ടത്തിൽ 38 ബന്ദികളെ ഹമാസ് മോചിപ്പിച്ചു. പകരമായി 2000-ഓളം പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ വിട്ടുകൊടുത്തു. എന്നാൽ 1-ാം ഘട്ടത്തിനിടെ 2-ാം ഘട്ട വെടിനിർത്തലിന്റെ വ്യവസ്ഥകൾ ചർച്ച ചെയ്ത് ഉറപ്പിക്കണമെന്നായിരുന്നു ധാരണയെങ്കിലും അത് ഉണ്ടായില്ല. ഈ ഘട്ടത്തിൽ ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കണമെന്നായിരുന്നു വ്യവസ്ഥ. എന്നാൽ ഇതിന് തയ്യാറാകാത്ത ഇസ്രായേൽ 42 ദിവസത്തെ 1-ാം ഘട്ട വെടിനിർത്തൽ തുടരണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ മുൻ ധാരണ പ്രകാരം ശാശ്വത വെടിനിർത്തലുള്ള ചർച്ച വേണമെന്ന് ഹമാസും നിലപാടെടുത്തു. ഇതേ തുടർന്നാണ് ബന്ദിമോചനം ആവശ്യപ്പെട്ട് ഇസ്രായേൽ ഗാസയിൽ വീണ്ടും ആക്രമണം ആരംഭിച്ചത്. 59 ബന്ദികളുടെ ജീവനാണ് ഹമാസിന്റെ കൈകളിൽ ഉള്ളത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇപ്പോൾ ഈ ഒരു ഭീഷണി മുഴക്കിയ പശ്ചാത്തലത്തിൽ 59 ബന്ദികളുടെ കാര്യത്തിൽ, അവരുടെ ജീവന്റെ കാര്യത്തിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളൊരു ഭയം ലോകത്തിന് മുഴുവനുണ്ട്. അതേസമയം തന്നെ ചെങ്കടലിലും അമേരിക്കയുടെ നേതൃത്വത്തിൽ ഹൂത്തികൾക്ക് നേരെ വലിയ ആക്രമണമാണ് കാഴ്ചവെക്കുന്നത്. കഴിഞ്ഞ ദിവസം ഡ്രോൺ അറ്റാക്ക് അടക്കം ഉണ്ടായപ്പോൾ ശക്തമായി തന്നെ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ അതിനെ ചെറുക്കുകയും കൂടുതൽ ശക്തിയായി തിരിച്ചടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പശ്ചിമേഷ്യ വീണ്ടും യുദ്ധ കലുഷിതമാവുകയാണ്. ഇനിയൊരു വെടിനിർത്തൽ കരാർ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ള കാര്യം അറിയില്ല. എന്നിരുന്നാലും ഓരോ ദിവസം കഴിയുന്തോറും ഇസ്രായേൽ ആക്രമണം ഘടിപ്പിക്കുകയാണ്. നിരവധി ജീവനുകളാണ് അവിടെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.